ഹായ്, എൻ്റെ പേര് ലിത്യ. ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണീൻ്റെ ഒരു ചെറിയ ഒരു പ്രോസസ്സിനെ പറ്റി പറയാനിവിടെ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സായിട്ട് എൻ്റെ ഒരു 47 kg എന്ന് പറഞ്ഞൊരു ബോഡി വെയ്റ്റിൽ ഭയങ്കര സ്റ്റക്കായിരുന്നു. ഞാനൊത്തിരി എൻ്റേതായ കുറേ വഴികളിലൂടെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കായില്ല. അതിന് പ്രധാന കാരണം ഞാനൊരിക്കലും അങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പം ഞാനൊരു ദിവസം നോക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മനുവിൻ്റെ പേജ് കാണുന്നത്. അതിലിങ്ങനെ ഒരു വീഡിയോയിൽ വെയിറ്റ് ഗെയിനെ പറ്റി ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ മേ ബി എനിക്കിത് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു കോൺഫിഡൻസ് തോന്നിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ മനുവിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കുറച്ച് തടി വെക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോർമലി ഞാനിങ്ങനെ ഫുഡ് കഴിച്ചാലും അങ്ങനെ തടി വെക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പ്രകൃതമല്ല. പിന്നെ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം. ഇത് രണ്ടും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് പിന്നെ എൻ്റെ കൂടെ തന്നെ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല, എന്നെ ഇങ്ങനെ ഭയങ്കര ഒന്ന് നന്നായി പുഷ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതെനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനും വർക്കൗട്ടും എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഡെയിലി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഡെയിലി വെയിറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, അപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ആദ്യം സെറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് ഒട്ടും കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. എനിക്ക് കൺസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന. പക്ഷേ എന്നെ ഡെയിലി എന്നെ ഞാൻ കാനഡയിലാണുള്ളത്. അപ്പം ടൈം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്നാൽ കൂടി കറക്റ്റ് ടൈം ആകുമ്പോൾ, വർക്കൗട്ടിൻ്റെ ടൈം ആകുമ്പോഴും അതിലെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഞാനൊന്ന് എവിടെയെങ്കിലും എൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഞാൻ വർക്കിൻ്റെ ഇടയ്ക്ക് മറന്നു പോകും. അങ്ങനെയാണെങ്കിലും കറക്റ്റ് ഒരു ദിവസം പോലും മിസ് ചെയ്യാണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് അത് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതിൽ കുറേ മിസ്റ്റേക്സും ഉണ്ടായിരുന്നു. അപ്പം ലൈവ് സെഷൻസിൽ വന്ന് അത് കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ട പോലെ തന്നെ എന്നെ കൊണ്ട് ചെയ്തിരുന്നു. പിന്നെ മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു 3 months എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യുകയോ ജിമ്മിൽ പോകുകയോ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ചില ദിവസമൊക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്ക് പോകാൻ.